ലേണിംഗ് മക്കളെ. അപ്പൊ നമ്മുടെ പുതിയ NCERT അല്ലെ നമ്മളെല്ലാവരും പഠിച്ചു തുടങ്ങാണ്. നമ്മുടെ ഫിസിക്സിലെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് ആൻഡ് ഹീറ്റിംഗ് എഫക്ട്സ് അല്ലെ. ഇലക്ട്രിസിറ്റിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് എഫക്റ്റും അതുപോലെ തന്നെ അതിന്റെ ഹീറ്റിംഗ് എഫക്റ്റും അല്ലെ. ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ഇപ്പൊ നമ്മളൊരു ബൾബ് കുറേ നേരം ഓൺ ആക്കിയിട്ടാല് അതിന് ചുറ്റും ഒരു ചൂടുണ്ടാവും അല്ലെ. ഫ്രിഡ്ജൊക്കെ നിങ്ങൾ കുറേ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും തൊട്ട് നോക്കുമ്പോൾ ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ലേ, ദാറ്റ് ഈസ് ഹീറ്റിംഗ് എഫക്റ്റ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിന്റെ മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. അതായത് ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും എന്നാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഞാൻ 10 ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. 10ഉം MCQs ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അയ്യോ ഈ ചാപ്റ്ററിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് അതിന് മാത്രം ഞങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ എന്നുള്ളത് അല്ലേ. പക്ഷെ ഒരു കുഴപ്പമില്ല, നമ്മുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്ത് നിന്നും, അതായത് മാഗ്നറ്റിക് എഫക്റ്റ്, ഇലക്ട്രിസിറ്റിന്റെ മാഗ്നറ്റിക് ബിഹേവിയറുമായി ബന്ധപ്പെട്ടാണ് ഈ 10 ക്വസ്റ്റ്യൻസും ഉള്ളത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സ്വയം ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ കൂടെ അങ്ങോട്ട് ഫോളോ ചെയ്ത് പോവാട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വാട്ട് ഡിസ്കവേർഡ് ദ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അല്ലെ, ഇലക്ട്രിക് കറണ്ട് ഒഴുകുമ്പോൾ അതിനു ചുറ്റും മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടാകുമെന്ന് കണ്ടെത്തിയത് ആരാണ്? ഫാരഡേ ആണോ, ന്യൂട്ടൺ ആണോ, ഈസ്റ്റഡ് ആണോ, എഡിസൺ ആണോ എന്നാ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ദി റൈറ്റ് ആൻസർ, ദാറ്റ് ഈസ് ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. എന്താണ് ഉണ്ടാകുന്നത് ചോദിക്കുന്നത് കേട്ടോ. ഹീറ്റ്, മാഗ്നറ്റിക് ഫീൽഡ്, സൗണ്ട്, ലൈറ്റ്. നമ്മൾ മാഗ്നറ്റിക് ബിഹേവിയറുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ, വാട്ട് ഇസ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വയറിലൂടെ അല്ലെ, വയറ് അല്ലെ, കറണ്ട് കൊണ്ടുപോകുന്ന ഒരു വയറുണ്ടല്ലോ, ആ വയറിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് അതിന് ചുറ്റും എന്തുണ്ടാകും എന്നാ പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും അല്ലെ, നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഡിവൈസ് ഈസ് ബേസ്ഡ് ഓൺ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെ. എന്താണ്? വിച്ച് ഡിവൈസ് ഈസ് ബേസ്ഡ് ഓൺ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെ. വായിച്ചു നോക്കണം. ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ഹീറ്റർ, ഇലക്ട്രിക് ബെൽ, സോളാർ പാനൽ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡിവൈസസിന്റെ പേര് നമ്മൾ അവിടെ പറയുന്നുണ്ട്. അതിലുള്ള ഒരു ഡിവൈസ് ആണ് ഇലക്ട്രിക് ബെൽ. മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ NCERT ബുക്കിൽ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following can be used to detect a magnetic field? നമ്മൾ പറയുന്നു ഒരു കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. എപ്പോൾ? അതിൽ ഒരു കറണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് ക്യാരി ചെയ്യുമ്പോൾ അല്ലെ. അപ്പോൾ നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കും? ഇപ്പോൾ ചൂടാണെങ്കിൽ നമുക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാകും അല്ലെ, കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഷോക്ക് അടിക്കും. പക്ഷെ ഇത് നമുക്ക് എങ്ങനെയാലും മനസ്സിലാവില്ല. എങ്ങനെയാണ് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക? അതിനാണ് നമ്മൾ കോമ്പസ് അല്ലെ, മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് കോമ്പസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കണ്ടക്ടർ എക്സിസ്റ്റ് ഓൺലി വെൻ അല്ലെ. ഒരു കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എപ്പോഴാണ്? അതിലൂടെ കറണ്ട് പോകുമ്പോൾ മാത്രമാണ് അല്ലെ. അപ്പൊ ഇത് പറയാണ്, എ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കണ്ടക്ടർ എക്സിസ്റ്റ് ഓൺലി വെൻ. എപ്പോഴാണ്? ദ വയർ ഈസ് ബെൻഡ് ആണോ, ദ സർക്യൂട്ട് ഈസ് ബ്രോക്കൺ, കറണ്ട് ഫ്ലോസ് ത്രൂ ദ വയർ അല്ലെ. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് അതിലൂടെ എന്തുണ്ടാകുക? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുക എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നെക്സ്റ്റ് ചോദ്യം. What happens to the magnetic field if the current is increased? നമ്മൾ പറഞ്ഞു ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് അല്ലെ അതിനു ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഇതിലുള്ള കറണ്ട് ഞാൻ ഭയങ്കരമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഡിസപ്പിയേഴ്സ് ആണോ, ഇറ്റ് വീക്കൻസ് ആണോ, ആൻഡ് ഇറ്റ് ബിക്കംസ് സ്ട്രോങ്ങർ ആണോ അല്ലെ. നമുക്കറിയാം, നമ്മൾ എത്രത്തോളം കറണ്ട് കൊടുക്കുന്നോ അതിനനുസരിച്ച് സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് കിട്ടും. സോ ഇറ്റ് ബിക്കംസ് സ്ട്രോങ്ങർ.
ഓക്കെ, നെക്സ്റ്റ് ചോദ്യം വായിച്ചു നോക്കാം. ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് മെയ്ഡ് യൂസിങ്, അല്ലെ, ദസ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റ്. എങ്ങനെ ഉണ്ടാക്കുക നമുക്കറിയാം അല്ലെ. നമ്മൾ എന്തെടുക്കണം, ഒരു അയൺ നെയിൽ എടുക്കുക അല്ലെ, ഒരു അയൺ നെയിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം അല്ലെ, ഒരു വയർ ഉപയോഗിച്ചിട്ട് അതിനെ ഇങ്ങനെ 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 ചുറ്റി 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 കൊടുക്കുക അല്ലെ, ചുറ്റി 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 ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് അതിനെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് മെയ്ഡ് യൂസിങ് അയൺ റോഡ് ആൻഡ് വയർ, പ്ലാസ്റ്റിക് റോഡ് ആൻഡ് വയർ, ഗ്ലാസ് റോഡ് ആൻഡ് വയർ, കോപ്പർ റോഡ് ആൻഡ് വയർ. അയൺ റോഡ് ആൻഡ് വയർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് വേണം കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, വാട്ട് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ആസ് ദ കോർ ഓഫ് എ ഇലക്ട്രോ മാഗ്നറ്റ്? ഇതാണ് കോർ ഉദ്ദേശിച്ചത് കേട്ടോ. ഈ കോർ നമ്മൾ ഏതാ ഉപയോഗിക്കുക? സോഫ്റ്റ് അയൺ ആണ്. അയൺ എന്ന് കണ്ടല്ലോ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സോഫ്റ്റ് അയൺ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഹാപ്പൻസ് ടു ദ ഇലക്ട്രോ മാഗ്നറ്റ് വെൻ ദ കറണ്ട് ഈസ് സ്വിച്ച്ഡ് ഓഫ്? അതായത് ഈ സെല്ലിലൂടെ കറണ്ട് ഇല്ല എന്ന് വിചാരിച്ചോ, അതായത് സെല്ലിലായിട്ടുള്ള ഡിസ്കണക്ഷൻ ആക്കി, സെല്ലുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ ഡിസ്കണക്ട് ആക്കി. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ കറണ്ട് ഒഴുകില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുമോ? ഇല്ല. ഇറ്റ് ലൂസസ് ഇറ്റ്സ് മാഗ്നറ്റിസം അല്ലെ, ഇറ്റ് ലോസസ് ഇറ്റ്സ് മാഗ്നറ്റിസം എന്ന് വേണം നമ്മൾ കൊടുക്കാൻ. എൻ്റെ ലാസ്റ്റ് ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് അഫക്ട് ദ സ്ട്രെങ്ത് ഓഫ് എൻ ഇലക്ട്രോ മാഗ്നറ്റ്? നമ്പർ ഓഫ് കോയിൽസ് ആണോ, സ്ട്രെങ്ത് ഓഫ് കറണ്ട് ആണോ, കോർ മെറ്റീരിയൽ ആണോ, സൈസ് ഓഫ് സ്വിച്ച് ആണോ? ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ നോക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം മക്കളെ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവുക. 8ാം ക്ലാസ് ആണ്, ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കേ ചെയ്യരുത്. കാരണം സമയം അങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് തീർന്നിട്ട് പോകും. നിങ്ങൾ ഒരു എന്താ പറയുക, പെട്ടെന്ന് തന്നെ 9th അങ്ങോട്ട് എത്തും. 9th എത്തുമ്പോഴായിരിക്കും എന്ത് വിധി എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ കാണാത്ത അങ്ങനെയൊക്കെ പാട്ടുകൾ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും. ചുറ്റുമുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റൂല, ഒന്നും അറിയാത്തതുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഫൗണ്ടേഷൻ ക്ലാസ് ആണ് നമ്മുടെ 8th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളുടെ സപ്പോർട്ടിന് ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. ഇനി എക്സ്ട്രാ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ബൈ.